ദൈവത്തിനെതിരെയുള്ള യുദ്ധമാണ് ഇറാനിൽ നടക്കുന്നത്. പ്രതികൾക്ക് വധശിക്ഷയിൽ കുറഞ്ഞ ഒന്നും രാജ്യത്തിന് നൽകാനാവില്ലെന്ന് ഇറാൻ പ്രസ്താവന ഇറക്കുകയും ചെയ്തു. ഇപ്പോഴത്തെ നിലവിലെ ഇറാൻ്റെ അവസ്ഥാ സാഹചര്യങ്ങൾ സങ്കീർണമാണ് എന്ന് പറഞ്ഞാൽ കൃത്യവും വ്യക്തവുമായിരിക്കുന്ന നടപടി ഇറാൻ്റെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. രഹസ്യമായ രീതിയിൽ പോലും വധശിക്ഷ നടപ്പിലാക്കുന്നു എന്ന തരത്തിൽ പടിഞ്ഞാറൻ മീഡിയകൾ ഈ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. അതിന് പ്രത്യേകമായ രീതിയിൽ അവർ പറയാനുള്ള കാര്യം, രഹസ്യങ്ങളൊന്നും രാജ്യത്തിൻ്റെ അകത്ത് നടക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ചും ഒരു വിവരവും പുറത്തു വരുന്നില്ല. ഇൻ്റർനെറ്റ് അപ്പാടെ വിച്ഛേദിച്ചിരിക്കുന്നു, ചില മേഖലയിൽ കറണ്ട് വിച്ഛേദിച്ചിരിക്കുന്നു. ഈ പ്രക്ഷോഭം നടക്കുന്ന ഏരിയകൾ പ്രത്യേകമായ നിരീക്ഷണത്തിലാക്കുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ചില അറസ്റ്റുകൾ ഉണ്ടാകുന്നു, വെടിവെച്ചുകൾ കേൾക്കുന്നു, ഇരുട്ട് വ്യാപിക്കുന്ന സമയത്ത് എന്താ നടക്കുന്നതെന്ന് മനസ്സിലാകാതെ വരുന്നു. ഒരു ഭീകരമായിരിക്കുന്ന ഒരു അന്തരീക്ഷ സ്ഥിതികൾ അവിടെ സംജാതമായിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ ഇറാനിൽ നിന്ന് പുറത്തു വരികയാണ്. രാജ്യം സംരക്ഷിക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. ഇപ്പം നടക്കുന്നത് രാജ്യത്തിനെതിരെയും ദൈവത്തിനെതിരെയുമുള്ള യുദ്ധമാണ്. അഥവാ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും താല്പര്യങ്ങൾ പരിരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നു മൊസാദിൻ്റെ നേതൃത്വത്തിൽ. അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. അടിച്ചൊതുക്കുക തന്നെ ചെയ്യും എന്ന് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ ആവർത്തിച്ചു. തങ്ങൾ യുദ്ധം ആഗ്രഹിക്കുന്ന രാജ്യമല്ല, അക്രമങ്ങളോ വിഷയങ്ങളോ ഉണ്ടാവണം എന്ന് താല്പര്യപ്പെടുന്ന രാജ്യവുമല്ല. പക്ഷേ ഞങ്ങൾ നിർബന്ധപൂർവ്വം അതിലേക്ക് എത്തിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും. ആ തിരിച്ചടി മാരകമായിരിക്കും. അമേരിക്കയാണെന്നോ ഇസ്രായേലാണെന്നോ ഞങ്ങൾക്ക് അതേ സംബന്ധിച്ചിടത്തോളം വിഷയമൊന്നുമില്ല. തിരിച്ചടിക്കുക എന്നുള്ളത് അനിവാര്യമാണ്. രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയുടെ ഭാഗമാണ്. ഞങ്ങളത് ചെയ്തിട്ടുണ്ട്, ചെയ്യാറുണ്ട്, ഇനിയും ചെയ്യും എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതോടനുബന്ധിച്ച് തന്നെ മുൻപുള്ള ചില ചരിത്രങ്ങളെ ചരിത്ര കാര്യങ്ങളെയൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഈ മസൂദ് പെഷഷ്കിയാൻ പറയുന്ന കാര്യം, നിങ്ങൾ നോക്കൂ ഇറാൻ്റെ ചരിത്രം. പേർഷ്യയുടെ സാമ്രാജ്യ കാലഘട്ടത്തിന് ശേഷം ഇറാനായി രൂപപ്പെട്ടതിന് ശേഷം ഈ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരു കാര്യം നിങ്ങൾക്ക് ബോധ്യമാവും. ഞങ്ങൾ ഒരിക്കലും ഒരു രാജ്യത്തെ ആക്രമിക്കാൻ അങ്ങോട്ട് പോയിട്ടില്ല. എല്ലാവരും ഇങ്ങോട്ട് വന്നവരെ ഞങ്ങൾ വിട്ടിട്ടുമില്ല. അതല്ല യാഥാർത്ഥ്യം. ഇറാഖിനെ കുറിച്ചുള്ള പരാമർശം വന്നു. 1979 ഇറാനിൽ വിപ്ലവം നടന്നു, ഇസ്ലാമിക വിപ്ലവം നടന്നു. അവിടുത്തെ പേൽഷാ ഭരണകൂടത്തെ അട്ടിമറിക്കപ്പെട്ടു. ഇസ്ലാമിക സാമ്രാജ്യം അവിടെ അധികാരത്തിൽ വന്നു. പിന്നീട് 1980 കാലത്തിൽ രാജ്യഭരണ സംവിധാനം അവിടെ അട്ടിമറിഞ്ഞുകൊണ്ട് ഇസ്ലാമിക വിപ്ലവം നടന്നതിൻ്റെ തൊട്ടടുത്ത വർഷം ഇറാഖ് തങ്ങളുടെ രാജ്യത്തെ ആക്രമിച്ചു. ഞങ്ങൾ സൈനികപരമായി ശക്തി നേടിയിരുന്ന രാജ്യമായിരുന്നില്ല. സാമ്പത്തികപരമായ രീതിയിൽ ഉണ്ടായിരുന്ന രാജ്യമായിരുന്നില്ല. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് ഈ ക്രോഡീകരിച്ചുകൊണ്ട് വിൽപ്പന നടത്താനുള്ള ഒരു സംവിധാന കാര്യങ്ങൾ, ക്രൂഡ് ഓയിലിനെ പെട്രോളിയമാക്കി മാറ്റിക്കൊണ്ട് വിൽപ്പന നടത്താൻ വലിയ രീതിയിലുള്ള വിപുലമായിരിക്കുന്ന ഒരു സംവിധാന കാര്യങ്ങൾ ഒരുക്കപ്പെട്ടിരുന്ന രാജ്യം പോലും ആയിരുന്നില്ല. അങ്ങനെ ഞങ്ങളെ യുദ്ധത്തിലേക്ക് വലിച്ചേക്കുകയായിരുന്നു ഇറാഖ് ചെയ്തിരുന്നത്. പക്ഷേ ഞങ്ങൾ തിരിച്ചടിച്ചു എന്ന് മാത്രമല്ല, ആ തിരിച്ചടിയിൽ ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം അവർ ആയുധം വെച്ച് കീഴടങ്ങുന്ന സ്ഥിതിയിലേക്ക് വന്നു. കാര്യമെന്ന് പറഞ്ഞാൽ യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ആദ്യമായി അഭിപ്രായം വന്നതും ഇറാഖിൽ നിന്നാണ്. വെടിനിർത്തൽ എന്ന് പറയുന്ന നിലപാടും കാര്യങ്ങളും ആ സമയത്ത് ഞങ്ങളെ സോവിയറ്റ് യൂണിയൻ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് കൃത്യമാണ്. അന്നേ ഞങ്ങൾ സോവിയറ്റ് യൂണിയനായിട്ട് ബന്ധമാണ്, അഥവാ റഷ്യയുമായിട്ട് ബന്ധമാണ്. ഇന്നും അങ്ങനെ തന്നെയാണ്. അന്ന് സദ്ദാം ഹുസൈനെ അതെങ്കിൽ ഇറാഖിനെ സഹായിച്ചത് അമേരിക്കയാണ്. അമേരിക്കയുടെ സഖ്യരാജ്യമായിരുന്നു ഇറാഖ്. പക്ഷേ ഈ അമേരിക്ക എന്താണെന്ന് മനസ്സിലാക്കുന്ന കാര്യത്തിൽ സദ്ദാം ഹുസൈൻ പരാജയപ്പെട്ടു. അതേ അമേരിക്ക തന്നെ സദ്ദാം ഹുസൈൻ എന്ന് പറയുന്ന അവരുടെ അവരുടെ സുഹൃത്തും കൂട്ടാളിയും എന്നൊക്കെ പരാമർശങ്ങളൊക്കെ ആ സമയത്ത് അമേരിക്ക അതിൻ്റെ യുദ്ധത്തിൻ്റെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് റൊണാൾഡ് റംസ്ഫീൽഡ് ആയിരുന്നു അന്നത്തെ വിദേശകാര്യമന്ത്രി. അദ്ദേഹം ബാഗ്ദാദിലെത്തി സദ്ദാം ഹുസൈനെ സന്ദർശിക്കുന്നതും അവരുമായി ഒരു പുതിയ കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്നതൊക്കെ യുദ്ധത്തോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്ന വലിയ പ്രാധാന്യമുള്ള റിപ്പോർട്ടാണ്. നയതന്ത്ര ബന്ധത്തിനപ്പുറം സുഹൃത്ത് ബന്ധമുള്ള രാജ്യം കൂടിയായിരുന്നു ഇറാഖും അമേരിക്കയും. പക്ഷേ സാഹചര്യങ്ങളും അവസരവും നോക്കി നിന്നുകൊണ്ട് അമേരിക്ക ഇറാഖിനെ പറ്റിച്ചു. ഇറാഖിനെ പരാജയപ്പെടുത്തിയതും സദ്ദാം ഹുസൈനെ പിടികൂടിയതും വധശിക്ഷയ്ക്ക് വിധേയമാക്കിയതുമെല്ലാം അമേരിക്ക തന്നെയാണ്. ഏതുപോലെ ഖത്തറിനെ പറ്റിച്ച പോലെ തന്നെ ഖത്തറിൽ എല്ലാവിധ സംരക്ഷണവും സുരക്ഷിതത്വം നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ പ്രധാനമായിരിക്കുന്ന ഏരിയ അമേരിക്കയുടെ സൈനിക താവളമാക്കി മാറ്റി. ഇസ്രായേൽ എന്ന് പറയുന്ന ശത്രു രാജ്യം ഖത്തറിനെ ആക്രമിച്ചു. അമേരിക്ക മിണ്ടാതിരുന്നു. അമേരിക്കക്ക് അറിയാമായിരുന്നു, അമേരിക്കയെ തടുക്കാമായിരുന്നു, അമേരിക്കയ്ക്ക് പ്രതിരോധം പറയായിരുന്നു. എല്ലാവിധ കാര്യങ്ങളും ഉണ്ടായിട്ടും അമേരിക്ക ഒന്നും മിണ്ടാതിരുന്നു. ആക്രമിക്കാൻ വേണ്ടി കൂട്ടുനിന്നു എന്ന് മാത്രമല്ല, ചിലപ്പോൾ അമേരിക്ക തന്നെ ആയിരിക്കും ആക്രമിച്ചത് എന്നും പറയാൻ വേണ്ടി സാധിക്കും.
അങ്ങനെ വലിയ രീതിയിൽ ശക്തമായിരിക്കുന്ന ആക്രമണമാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേൽ നടത്തിയത്. അതിന് അമേരിക്ക കൂട്ടുന്നത്. അപ്പോൾ അന്ന് ബാഗ്ദാദിൽ ഇറാഖിൽ എങ്ങനെയാണോ ചെയ്തത് സമാനമായ രീതിയിൽ ഖത്തറിലും ചെയ്തതെന്ന് ചുരുക്കം. അപ്പോൾ ഇപ്പോൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, അവരെ വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല, ഞങ്ങൾ തീർച്ചയായും അവരെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രായേൽ ഞങ്ങളെയാണ് ആക്രമിച്ചത്, ഞങ്ങൾ അങ്ങോട്ട് അല്ലായിരുന്നു. ഇസ്രായേൽ ആക്രമിച്ച സമയത്ത് ഞങ്ങൾ മൗനം പാലിച്ചിട്ടില്ല, ഞങ്ങൾ ശക്തമായിരിക്കും തിരിച്ചടി തന്നെ നൽകിയിട്ടുണ്ട്. അത് ലോകം കണ്ടതാണ്. ലോകം ലൈവായ രീതിയിൽ നോക്കിക്കൊണ്ടേയിരുന്നു. എന്തൊക്കെ അത്ഭുത സംഭവങ്ങളാണ് ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് ലോകം കണ്ടിരുന്ന 12 ദിവസം ചരിത്രത്തിൽ മാഞ്ഞു പോവുകയില്ല. ഒരിക്കലും തകരാത്ത, തങ്ങൾ ആക്രമിക്കാത്ത, 100% സുരക്ഷിതമായിരിക്കുന്ന ഏരിയയും മേഖലയും രാജ്യമാണ് തങ്ങളെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഇസ്രായേലിനെ നെഞ്ചത്തിട്ട് ഞങ്ങളിങ്ങനെ പൊട്ടിച്ചുകൊണ്ടേയിരുന്നു. അവസാനം അവർ പറഞ്ഞു, ഞങ്ങൾ ഗതികെട്ടിരിക്കുന്നു, യുദ്ധം അവസാനിക്കണം. അങ്ങനെയാണ് ഡൊണാൾഡ് ട്രംപ് ആ വിഷയം ഏറ്റെടുത്തുകൊണ്ട് അന്നത്തെ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഈ പ്രഖ്യാപനം നടത്തി. ഞങ്ങളതും അംഗീകരിച്ചു. ഞങ്ങൾക്ക് സമാധാനമാണ് ആവശ്യം. തങ്ങൾ ആക്രമിക്കുകയില്ല, തങ്ങൾ ആക്രമിച്ചവർ തിരിച്ചടിക്കും. അമേരിക്ക ആക്രമിച്ചു, അമേരിക്ക തിരിച്ചടിച്ചു. ഇസ്രായേൽ ആക്രമിച്ചു, ഇസ്രായേൽ തിരിച്ചടിച്ചു. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മൊസാദിൻ്റെ നേതൃത്വത്തിലാണ് വലിയ സംവിധാനത്തോടു കൂടി രാജ്യത്തിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അത് ദൈവിക യുദ്ധമാണ്, ദൈവത്തിനെതിരെയുള്ള യുദ്ധമാണ്, അവർക്ക് വധശിക്ഷയാണ്. ഇപ്പോൾ അവിടെ വിവാദമാവാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം, ഇറാൻ്റെ വിമത നേതാവ് എന്ന് പറയുന്ന ഇഫ്രാൻ സുൽത്താനിയെ വധിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഈ വിമത നേതാവ് എന്നൊക്കെ പിന്നീട് ഈ മനുഷ്യാവകാശ സംഘടനയിലും വരുത്തി തീർത്ത ഒരു കാര്യമാണ്. ഇദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവൊന്നുമല്ല, ഇത് ഒരു ആക്ടിവിസ്റ്റായിട്ട് മാത്രം പ്രവർത്തിക്കുന്ന ആളാണ്. ഈ സമര കാര്യത്തിൽ അദ്ദേഹം മുമ്പന്തിലുണ്ടായിരുന്നു. പോലീസ് പിടികൂടിയതിന് ശേഷം ആ സംഘത്തിന് നേതൃത്വം നൽകിയ വ്യക്തി എന്ന നിലക്കും ദൈവികപരമായിരിക്കുന്ന ഈ വിഷയത്തിലാണ് ഇടപെട്ടത്. അതായത് ദൈവിക ശിക്ഷയ്ക്ക് പാത്രമാകേണ്ട വ്യക്തിയാണ് എന്നുള്ള പരാമർശം മജിസ്ട്രേറ്റിൻ്റെ മേഖലയിൽ നിന്ന് വന്ന് അദ്ദേഹത്തിന് വധശിക്ഷ വിധിക്കപ്പെട്ടു. അത് നടപ്പിലാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം പിന്നീട് മനുഷ്യാവകാശ സംഘടന വിവാദമാക്കി. അത് ലോകവ്യാപകമായി അത് ചർച്ച ചെയ്യപ്പെട്ടു. പ്രത്യേകിച്ച് അത് യൂറോപ്യൻ രാജ്യങ്ങളാണ് വെടിപൊട്ടിച്ചുകൊണ്ട് അങ്ങനെ പ്രചരിപ്പിച്ചത്. അതോടനുബന്ധിച്ച് അമേരിക്കയുടെ പ്രസിഡന്റ് അതിൽ ഇടപെട്ടുകൊണ്ട് എന്ത് പറഞ്ഞു, വധിക്കാൻ പാടില്ല, അത് വലിയ രീതിയിലുള്ള വിഷയങ്ങളുണ്ടാവും, അങ്ങനെയൊക്കെ അദ്ദേഹം പറഞ്ഞു. ഇറാൻ അതിന് മറുപടി കൊടുത്തു. വധശിക്ഷ എന്ന് പറയുന്നത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള വധശിക്ഷ പ്രഖ്യാപനം നടത്തിയിട്ടില്ല. അപ്പോൾ ഇത്തരം പ്രവൃത്തി ചെയ്യുന്നവർക്ക് വധശിക്ഷയാണ്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇദ്ദേഹത്തിൻ്റെ വധശിക്ഷ നടപ്പിലാക്കുമെന്ന് ഇറാനോ കോടതിയോ ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് വീണ്ടും ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ട്രംപിന് ഉത്തരം മുട്ടി ഒന്നും സംസാരിക്കാൻ പറ്റാതെയായി. അപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു വിവാദം പിടിച്ചു കയറിക്കൊണ്ട് ഇറാൻ ആക്രമിക്കാൻ സാധിക്കുമോ എന്ന് അമേരിക്ക നോക്കുന്നുണ്ട്. എന്നാൽ തിരിച്ചടിയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ഭയപ്പാടുണ്ട്. വെനിസ്വേല അല്ല ഇറാൻ, ഇറാഖല്ല ഇറാൻ. ഇറാഖിൻ്റെ ആകാശം പോലെയല്ല ഇറാൻ്റെ ആകാശത്തിന് മാറ്റമുണ്ട്. കാരണം ഇറാഖിൻ്റെ ആകാശവുമായിട്ട് ബന്ധപ്പെട്ട് പതിറ്റാണ്ടുകളോട് 15 വർഷത്തോളം എന്ന് പറയുന്നു, ചില റിപ്പോർട്ടിൽ 10 വർഷത്തോളം എന്ന് പറയുന്നു, 60% ആകാശത്ത് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു അമേരിക്കയുടെ അന്നത്തെ പ്രസിഡൻ്റായിരുന്ന ജോർജ് ബുഷ് ജൂനിയറും സീനിയറും തുല്യമായ രീതിയിൽ ഇറാഖിലെ ഭരണം അട്ടിമറിയണമെന്ന് ആഗ്രഹിച്ചവരാണ്. അതിൻ്റെ തുടർ ചലനങ്ങൾ ആ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യവുമാണ്. അപ്പോൾ ആ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ ഏതെങ്കിലും മേഖലയിൽ വിമാനയാത്ര പാടില്ല എന്നോ അത് നിയന്ത്രിക്കപ്പെട്ടിട്ടുണ്ടോ അമേരിക്ക പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ അത് അമേരിക്കത്തെ സാരമായിട്ട് ബാധിക്കും. ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് 2 കാര്യം ഇതിനോടനുബന്ധിച്ച് പറയുന്നുണ്ട്. ഒന്ന്, അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്ന ഡൊണാൾഡ് ട്രംപ് ഈ ഇലക്ഷൻ പ്രചരണത്തോടനുബന്ധിച്ച് അമേരിക്കയിലെ പെൻസിൽവാനിയ എന്ന മേഖലയിൽ വെച്ച് വെടികൊണ്ട് അദ്ദേഹത്തിൻ്റെ തലക്കായിരുന്നു വെടിവെച്ച്, ചെവിക്കാണ് വെടികൊണ്ടത്. ചോര വാർന്നു നിൽക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതോടനുബന്ധിച്ച് ട്രംപ് തൊട്ടടുത്ത യോഗത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അതിൻ്റെ പിന്നിൽ ഇറാനാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇറാൻ അതിന് മറുപടി പറഞ്ഞു, തെളിവ് കൊണ്ടുവരും, നമുക്ക് നോക്കാം. ഇല്ലാത്ത രീതിയിൽ വെറുതെ ആരോപിക്കുന്നതിൽ അർത്ഥങ്ങളൊന്നുമില്ല. തെളിവ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അമേരിക്കയെ സാധിച്ചില്ല. കാര്യം എന്ന് പറഞ്ഞാൽ പ്രതി അപ്പം തന്നെ സ്പോട്ടിൽ വെടിവെച്ച് കൊന്നു. അതൊരു രീതി തന്നെയാണ്. തെളിവ് നശിപ്പിക്കുന്നതിൽ ഏറ്റവും വലിയ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് വെടിവെക്കുന്നതിനെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളതാണ്. കൈക്കോ കാലിനൊന്നല്ല, തലക്കൊക്കെ വെടി കൊണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അതായത് അദ്ദേഹം മരിച്ചുപോയി. അതോടുകൂടി തെളിവില്ലാത്ത രീതിയിൽ അത് അവസാനിക്കുകയും ചെയ്തു. പിന്നീട് ഒന്നും പറയാൻ വേണ്ടി പറ്റാത്ത ഒരു സ്ഥിതി വിശേഷം വന്നു. ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങളൊക്കെ മാറിയിട്ട് ഇപ്പോൾ അത് കൃത്യതയോടുകൂടി പറയുന്ന തരത്തിലാണ് ഇറാൻ എന്ന് പറഞ്ഞത്. ട്രംപിനെ തങ്ങൾ കൊല്ലുമെന്ന്, വധിക്കും എന്നുള്ള പരാമർശം പോലും യഥാർത്ഥ ഇറാൻ്റെ ഭാഗത്തുനിന്നുണ്ടായി എന്ന റിപ്പോർട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ ദൈവത്തിനെതിരെയുള്ള യുദ്ധം ഇപ്പോൾ ഇറാനിൽ നടക്കുകയാണെങ്കിൽ പ്രതികൾക്ക് വധശിക്ഷ തന്നെയാണ്.
ട്രംപിനെയും ഞങ്ങൾ വെറുതെ വിടുന്നില്ല. തങ്ങളെ നേരെ ആക്രമണം നടത്തിയാൽ അതിൻ്റെ പാഠം എല്ലാ കാലത്തും ട്രംപ് അനുഭവിക്കുന്ന തരത്തിലുള്ള മാരക ശിക്ഷ പിറകെ വരാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിശദീകരണം അവസാനിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വല്ലാത്ത രീതിയിൽ ശാന്തത വന്നിരിക്കുന്നു. കഠിനമായിരിക്കുന്ന പ്രക്ഷോഭകാരികൾ അയഞ്ഞിരിക്കുന്നു. അവർക്ക് വലിയ രീതിയിൽ മുന്നേറാൻ സാധിക്കാത്ത വിധം ഒരു പ്രയാസം അനുഭവിക്കുന്നു. ഇങ്ങനത്തെ ഈ ഒരവസ്ഥയാണ് മുന്നേറുന്നതെങ്കിൽ ഒരാഴ്ച കൊണ്ട് അല്ലെ 10 ദിവസം കൊണ്ട് പൂർണ്ണമായിരിക്കുന്ന ഇറാൻ ഭരണ സംവിധാനത്തിലേക്ക് ആ രാജ്യം എത്തുമെന്ന കാര്യത്തിൽ നിലവിലെ അവസ്ഥകൾ നോക്കുന്ന സമയത്ത് യാതൊരു പ്രയാസവുമില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.